So hello guys, my name is Nikhil. So we will basic mathematics in topic പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാത്സിന്റെ ഒരു ടോപ്പിക് ഉള്ള ബൈനോമിയൽ അപ്രോക്സിമേഷൻ. ഓക്കേ, ബൈനോമിയൽ അപ്രോക്സിമേഷൻ ആണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രിഗ്നോമെട്രി പഠിച്ചാണ്. ട്രിഗ്നോമെട്രി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബേസ് തൊട്ട് നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് ഫുൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ പഠിച്ചിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ നെക്സ്റ്റ് ടോപ്പിക് ഉള്ള ബൈനോമിയൽ അപ്രോക്സിമേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കേ, ബൈനോമിയൽ അപ്രോക്സിമേഷൻ ആക്ച്വലി നമുക്ക് ടോപ്പിക് ആയിട്ടൊന്നും ഇല്ല, ചെറിയൊരു ഹെഡിങ് ആണ്. ജസ്റ്റ് അതിന്റെ റിസൾട്ട് എന്താണെന്നും അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ചെറിയൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് കഴിയും, പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫിസിക്സിൽ കുറേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബൈനോമിയൽ അപ്രോക്സിമേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ബൈനോമിയൽ അപ്രോക്സിമേഷൻ. ഓക്കെ, സോ ഹെഡിങ് ബൈനോമിയൽ അപ്രോക്സിമേഷൻ. ഓക്കെ, ഇവിടെ ബൈനോമിയൽ അപ്രോക്സിമേഷൻ എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം 1 + x the whole raised to 1 ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? 1 + x the whole raised to 1 എന്ന് പറയുമ്പോൾ 1 + x തന്നെയാണ്, പ്രത്യേകിച്ച് എക്സ്പാൻഷൻ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ 1 + x ആയിട്ട് തന്നെ എഴുതാം അല്ലേ. അതേസമയം 1 + x the whole raised to 2 ആണെങ്കിലോ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, a+b the whole square അല്ലേ. a+b the whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? a² + 2ab + b² അല്ലേ. അപ്പോൾ 1 + x the whole square എന്ത് കിട്ടും? സെയിം റിസൾട്ട് തന്നെ. അപ്പോൾ 1 + 2x + x² എന്ന് കിട്ടും, ശരിയല്ലേ. അതുപോലെ 1 + x the whole raised to 3 ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് a+b the whole cube എക്സ്പാൻഷൻ അല്ലേ. അപ്പോൾ a+b the whole cube എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഓർക്കുന്നുണ്ടോ? എന്തുവാ? a³ + 3ab² + 3a²b + b³ അല്ലേ. അതാണ് a+b the whole cube എക്സ്പാൻഷൻ. അത് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ 1 + x the whole cube എക്സ്പാൻഷൻ എന്ത് വരും? 1³ + 3a1²b + 3(1)b² that is 1x² + x³ അല്ലേ. സെയിം റിസൾട്ട് തന്നെയാണ്. അപ്പോൾ 1 + എന്ത് വരും? 3x + 3x² + x³ ഓക്കെ, ഇതെങ്ങനെ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. 1 + x the whole cube അല്ലെ a+b the whole cube എക്സ്പാൻഷൻ a³ + 3ab² + 3a²b + b³ ആണ്. അപ്പോൾ ആ ഒരു എയും ബിയുടെ വാല്യൂ 1ഉം x പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സ്പാൻഷൻ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി ബൈനോമിയൽ അപ്രോക്സിമേഷൻ എന്ന് വെച്ചാൽ എന്താ? ബൈനോമിയൽ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ഈ എക്സിൻ്റെ വാല്യൂ ഇഫ് എക്സ് ഈസ് വെരി വെരി ലെസ് ദാൻ 1 ആണെന്ന് വിചാരിക്കുക. നമ്മൾ എക്സിൻ്റെ വാല്യൂ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീരെ ചെറുതാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 0.01 അല്ലെ 0.001. അപ്പോൾ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നോക്കിയാൽ, ഫോർ എക്സാമ്പിൾ എക്സിൻ്റെ വാല്യൂ ഒരു 0.01 ആണെന്ന് വിചാരിക്കുക. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ സ്ക്വയർ എടുക്കുമ്പോൾ x² എടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഒന്ന് നോക്കിയേ. x² എന്ന് പറയുമ്പോൾ x × x അല്ലേ. അപ്പോൾ 0.01 × 0.01 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 0.01 × 0.01 എന്ത് കിട്ടും? 2 ഡെസിമൽ മൾട്ടിപ്ലൈ അല്ലേ. 2 ഡെസിമൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 ഡെസിമൽ ആവും അല്ലേ. അപ്പോൾ 0.0001 എന്ന് വരും അല്ലേ. 0.0 2 0 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 0 അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, 2 ഡെസിമലും അപ്പുറത്ത് 2 ഡെസിമൽ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഡെസിമൽ. അപ്പോൾ 0.01 × 0.01 എന്താണ്? 0.001 ആണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ x² വാല്യൂ പിന്നെയും ചെറുതായി. x² വാല്യൂ എത്രയായിരുന്നു? എക്സിൻ്റെ വാല്യൂ എന്തായിരുന്നു? 0.01. x² എടുത്തപ്പോഴോ പിന്നെയും വാല്യൂ ചെറുതായി അല്ലേ. അത് ഡെസിമലിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഡെസിമൽ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമലിൻ്റെ വാല്യൂ കുറയുക ചെയ്യുന്നത്. സാധാ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂ കൂടുക ചെയ്യുന്നത്. ഇപ്പോൾ 7ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 49 ആയി, അത് വാല്യൂ കൂടി. പക്ഷേ ഡെസിമൽസിൻ്റെ കാര്യത്തിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വാല്യൂ കുറയുക ചെയ്യുന്നത്. 0.01 സ്ക്വയർ എടുക്കുമ്പോൾ പിന്നെയും വാല്യൂ കുറഞ്ഞ് 0.0001 ആയി അല്ലേ. അതേപോലെ x³ വാല്യൂ എന്ത് കിട്ടും? x³ ആകുമ്പോൾ പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 0.01 × 0.01 × 0.01 അല്ലേ. അപ്പോൾ 2 ഡെസിമൽ തന്നെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര വരും? 6 ഡെസിമൽ പ്ലേസസ് ആവും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.000001 എന്നായി. കണ്ടോ? അപ്പോൾ നോക്കിയാൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ തീരെ സ്മോൾ ആകുമ്പോൾ
എക്സിൻ്റെ വാല്യൂ 0.01 ആകുമ്പോൾ നോക്കിയാൽ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ പിന്നെയും കുറഞ്ഞു, എക്സ് ക്യൂബിൻ്റെ വാല്യൂയും കുറഞ്ഞു അല്ലേ. അപ്പോൾ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കേസിൽ നമ്മൾ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറും നെഗ്ലിജിബിൾ ആണ്, എക്സ് ക്യൂബ് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ വേണ്ടെന്ന് വയ്ക്കുക. നമ്മൾ കാൽക്കുലേഷൻ അത് എടുത്തില്ലെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ആ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എക്സിൻ്റെ വാല്യൂ തീരെ സ്മോൾ ആകുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് എക്സിൻ്റെ വാല്യൂ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീരെ സ്മോൾ ആണെങ്കിൽ എക്സ് സ്ക്വയർ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. കണ്ടോ, എക്സ് സ്ക്വയറൊക്കെ നെഗ്ലക്ട് ചെയ്യാം, എക്സ് ക്യൂബ് നെഗ്ലക്ട് ചെയ്യാം. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ 1 + x ദ ഹോൾ റേസ്ഡ് ടു സ്ക്വയർ ആകുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്തുമാത്രം മിച്ചം വരും, എക്സ് സ്ക്വയർ അങ്ങ് പോയില്ല. അപ്പം മിച്ചം എന്തുവാ, 1 + 2x മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 + 2x ആയിട്ട് എഴുതാം. കാര്യം മനസ്സിലാവുന്നുണ്ടോ. അതേപോലെ 1 + x ദ ഹോൾ റേസ്ഡ് ടു 3 അപ്രോക്സിമേറ്റ്ലി എന്ത് കിട്ടും, 1 + x ദ ഹോൾ ക്യൂബ്. അപ്രോക്സിമേറ്റ്ലി ഈ ടേമൊക്കെ അങ്ങ് പോയി അല്ലേ. അപ്പോൾ മിച്ചമുള്ളത് എന്തുവാ, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ 1 + 3x എന്ന് വരും. കാര്യം മനസ്സിലാവുന്നുണ്ടോ. ബാക്കി ഈ 1 സ്ക്വയറും എന്തുവാ, ഈ എക്സ് സ്ക്വയർ പിന്നെ എക്സ് ക്യൂബൊക്കെ എന്തായി പോയി, നെഗ്ലക്റ്റ് ആയി പോയി. ക്ലിയർ അല്ലേ. അപ്പോൾ 1 + x സ്ക്വയർ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1 + 2x ആയിട്ട് എഴുതാം. 1 + x ദ ഹോൾ റേസ്ഡ് ടു 3 നമുക്ക് 1 + 3x ആയിട്ട് എഴുതാം. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് 1 + x ദ ഹോൾ റേസ്ഡ് ടു n ആണെങ്കിലോ അപ്പോൾ അപ്രോക്സിമേറ്റ്ലി എന്ത് വരും, 1 + nx എന്ന് വരും. കാര്യം മനസ്സിലാവുന്നുണ്ടോ. ക്ലിയർ അല്ലേ. അപ്പം ഇതാണ് എന്ത്, ബൈനോമിയൽ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. എക്സിൻ്റെ വാല്യൂ തീരെ സ്മോൾ ആണ്, 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ്. 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ തീരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ് സ്ക്വയറും ഈ എക്സ് ക്യൂബൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോൾ 1 + x ദ ഹോൾ റേസ്ഡ് ടു n = 1 + nx ആയിട്ട് എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ. ആ പവറിന് താഴെ ഇറക്കി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് വേണ്ടത്, നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1.01 ദ ഹോൾ റേസ്ഡ് ടു -2. എന്താ നമുക്ക് വേണ്ടത്, 1.01 ദ ഹോൾ റേസ്ഡ് ടു -2. ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ബൈനോമിയൽ അപ്രോക്സിമേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് എന്താ വേണ്ടത്, 1.01 ദ ഹോൾ റേസ്ഡ് ടു -2ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇത് 1 + xൻ്റെ ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കിയാൽ, ഇത് 1 + 0.01 ദ ഹോൾ റേസ്ഡ് ടു -2 ആയിട്ട് എഴുതാമല്ലോ. ശരിയല്ലേ. ഇതാ 1 + xൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി. അപ്പോൾ 1.01നെ നമുക്ക് 1 + 0.01 ആയിട്ട് എഴുതാം. ദ ഹോൾ റേസ്ഡ് ടു -2 എന്ന് വരും. ക്ലിയർ അല്ലേ. ഇനി നോക്കിയാൽ നമ്മൾ ഈ ടേം, നമ്മൾ ഈ 0.01 x ആണെന്നുണ്ടെങ്കിൽ ഇത് 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീരെ സ്മോൾ ആണല്ലോ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ 0.01 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. അപ്പം നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഇതിനെങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + nx എന്ന് പറയുന്ന ഫോർമാറ്റ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താ, n is -2 ആ അല്ലേ. അപ്പോൾ ഈ പവർ താഴെ ഇറക്കിയിട്ട് അതിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 × 0.01 എന്ന് വരും. ക്ലിയർ അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 2 × 0.01, ദാറ്റ് ഈസ് 1 - 0.01 എന്ന് പറയുമ്പോൾ 2 × 0.01 is 0.02 എന്ന് വരും. അപ്പോൾ 1 - 0.02 is എത്രയാടാ, 0.98 എന്ന് കിട്ടും അല്ലേ. ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്ക് 1.01 ദ ഹോൾ റേസ്ഡ് ടു -2 അപ്രോക്സിമേറ്റ്ലി, ഇത് അപ്രോക്സിമേറ്റ്ലി ആട്ടോ, കറക്റ്റ് വാല്യൂ അല്ല, അപ്രോക്സിമേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ബൈനോമിയൽ അപ്രോക്സിമേഷൻ എന്ന് പറയാൻ കാര്യം. അപ്പോൾ 1.01 ദ ഹോൾ റേസ്ഡ് ടു -2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എത്രയാണ്, 0.98 ആണ്. ക്ലിയർ ആണല്ലോ, സിമ്പിൾ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ, ഫൈൻഡ് the value of 1.101 the whole raised to 1.1 the whole raised to 1/2. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 1.1 the whole raised to 1/2 ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് യൂസിങ് ബൈനോമിയൽ അപ്രോക്സിമേഷൻ. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യമേ നമ്മളിതിനെ 1 + 1ൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റണ്ടേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം, ഇതിൽ നമുക്ക് 100 അല്ല, ഇത് 101 ആണ് അല്ലേ. അപ്പോൾ 101 ദ ഹോൾ റേസ്ഡ് ടു 1/2 ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഇത് 100
അല്ല 1 plus 100 the whole raised to 1/2 ഇങ്ങനെ എഴുതാമല്ലോ, ശരിയല്ലേ? നമുക്ക് ആ 1 plus എക്സിൻ്റെ ഫോർമാറ്റ് കിട്ടണം, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 101 the whole raised to 1/2 നമുക്ക് 1 plus 100 the whole raised to 1/2 ആയിട്ട് എഴുതാം, അല്ലേ? ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് എന്താ വരുന്നത് നോക്കി, എക്സിൻ്റെ സ്ഥലത്ത് 100 അല്ലേ വരുന്നത്, അപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് ഇവിടെ 100 ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈനോമിയൽ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബൈനോമിയൽ അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആയിരിക്കും, സ്മോൾ ആയിരിക്കണം. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൽ നിന്ന് 100 നമുക്ക് കോമൺ എടുക്കാം, 100 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ 100 നമ്മൾ കോമൺ എടുക്കുമ്പോൾ ഈ പവറും കൂടി താഴെ വരും, 1/2 കേട്ടോ, പവറും കൂടി കോമൺ എടുക്കാം. പിന്നെ മിച്ചം വരുന്നത് എന്താ, ഇവിടെ ഈ വാല്യൂ 1/100 എന്നാവും, അല്ലേ? ഇത് 1/100 പ്ലസ് 1 the whole raised to 1/2 എന്ന് കിട്ടത്തില്ലേ, അല്ലേ? ഇതിങ്ങനെ എഴുതാമല്ലോ, ശരിയല്ലേ? ആ 1 plus 100 നിന്ന് ഒരു 100 നമ്മൾ കോമൺ എടുക്കുമ്പോൾ നമുക്ക് നോക്കി, ഇവിടെ 1 നിന്ന് കോമൺ എടുക്കുമ്പോൾ 1 നിന്ന് 100 കോമൺ എടുക്കുമ്പോൾ 1/100 അല്ലേ കിട്ടുന്നത്. വേണമെങ്കിൽ ഇതിനകത്തോട്ട് കയറി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം സാധനം തന്നെ കിട്ടും, അല്ലേ? അപ്പോൾ 1 plus 100 നിന്ന് 100 കോമൺ എടുക്കുമ്പോൾ 1 നിന്ന് 100 പോകാനില്ല, അപ്പോൾ താഴെ ഒരു 100 വരും, അല്ലേ? പിന്നെ 100 നിന്ന് 100 കോമൺ എടുക്കുമ്പോൾ 1 മിച്ചം വരും, ശരിയല്ലേ? ഇത് വേണേൽ 1 plus x ഫോർമാറ്റ് ആയിട്ട് എഴുതാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 100 into 1/2 100 raised to 1/2 100 raised to 1/2 into ഇത് 1 plus 100 1 plus 1/100 raised to 1/2 ഇങ്ങനെ എഴുതാമല്ലോ, ശരിയല്ലേ? അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്നേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ഇതെന്തായി, ഇത് 1 plus എക്സിൻ്റെ ഫോർമാറ്റായി, അല്ലേ? 1 plus എക്സിൻ്റെ ഹോൾ ഫോർമാറ്റായി. കാരണം നോക്കിയേ, നമ്മുടെ ഇത് 1 ആണ്, 1/100 എന്ന് പറയുമ്പോൾ 0.01 അല്ലേ? 1/100 എന്ന് പറയുമ്പോൾ 0.01 ആണ്. അപ്പോൾ എന്ത് കിട്ടും, അവിടെ 100 raised to 1/2 എന്ന് പറയുമ്പോൾ √100 അല്ലേ? 100 raised to 1/2 എന്ന് പറയുമ്പോൾ √100 ആണ്, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ 1/100 raised to 1/2 is √100, ദാറ്റ് ഈസ് ഈക്വൽ ടു ചെയ്ത് വരുമ്പോൾ 10 എന്ന് കിട്ടും. ഇൻറ്റു 1 ഡിവൈഡ് ബൈ 1/100 നമുക്ക് 0.01 ആയിട്ട് കിട്ടും. അപ്പോൾ 0.01 the whole raised to 1/2. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ പഴയ ആ ഫോർമാറ്റായി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ 0.01 ഉള്ളൂ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലേ? അപ്പോൾ ഇത് അപ്രോക്സിമേറ്റ് എടുക്കാമല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം, 1 പ്ലസ് പവർ താഴെ ഇറക്കി എഴുതി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ 1/2 ഇൻറ്റു 0.01 എന്ന് വരും, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു എന്താ കിട്ടുക, 1 പ്ലസ് 0.005 അല്ലേ? 1.005 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1.005 ഇസ് 1.005 അല്ലേ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെന്ന് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 10.05 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് 10 raised ദാറ്റ് ഈസ് 100 raised to ദാറ്റ് ഈസ് ഈക്വൽ ടു 100 raised to 101 raised to 101 raised to 1/2 വാല്യൂ എന്ത് കിട്ടി, 10.05 എന്ന് കിട്ടി. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്, ജസ്റ്റ് ആ ഒരു 1 plus എക്സിനെ ഫോർമാറ്റിലേക്ക് മാറ്റണം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ, എക്സിൻ്റെ വാല്യൂ നമ്മൾ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീരെ സ്മോൾ ആയിരിക്കണം. സ്മോൾ അല്ല എന്നുണ്ടെങ്കിൽ കോമൺ എടുത്തിട്ട് എക്സിനെ സ്മോൾ ആക്കാം. ക്ലിയർ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഫൈൻഡ് the value of 126 the whole raised to 1/3 using binomial approximation. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയേ, വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. എന്താ ചെയ്യുക, ആ 1 plus എക്സിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇത് എങ്ങനെ എഴുതാം, 126 the whole raised to 1/2 അല്ല 1/3 ആണ്, സോറി 1/3 ഇതിപ്പോൾ 1 plus എക്സിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ 1 പ്ലസ് മിച്ചം 125 അല്ലേ, 125 the whole raised to 1/3 എന്ന് വരും. അപ്പോൾ 1 plus എക്സിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റി. പക്ഷേ ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് എന്താ വരുന്നത് നോക്കി, എക്സിൻ്റെ സ്ഥലത്ത് 125 സ്മോൾ ആണോ, അല്ല, 125 സ്മോൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് സ്മോൾ ആക്കാനായിട്ട് എന്താണോ ആ വാല്യൂ അതിന് എന്ത് ചെയ്താൽ മതി, കോമൺ എടുത്താൽ മതി, അല്ലേ? അപ്പോൾ ഇവിടെ 125 ആണ്. അപ്പോൾ 125 നമ്മൾ എന്ത് ചെയ്യും, പുറത്തെടുക്കും, അല്ലേ? കോമൺ ആയിട്ട് പുറത്തെടുക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു
125 കോമൺ എടുക്കുമ്പോൾ ആ മുകളിൽ കിടക്കുന്ന പവർ ഉൾപ്പെടെയാണ് പുറത്ത് വരുന്നത് അല്ലേ. അപ്പോൾ 125 ദ ഹോൾ റേസ് ടു 1/3 ഇൻറ്റു 1ന് 125 കോമൺ ഇല്ലല്ലോ. അപ്പോൾ 1 ഡിവൈഡ് ബൈ 125 എന്നാവും അല്ലേ. 125 പ്ലസ് 1 ദ ഹോൾ റേസ് ടു 1/3 എന്ന് വരും. കാര്യം മനസ്സിലായല്ലോ. 1ൽ നിന്ന് നമ്മൾ 125 നമ്മൾ പുറത്ത് എടുക്കുമ്പോൾ താഴെയല്ല 125 വരിക. വേണമെങ്കിൽ ഇതിനകത്തോട്ട് കയറി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ സാധനം തന്നെ കിട്ടും. അപ്പോൾ 1 പ്ലസ് 125 നിന്ന് 125 കോമൺ എടുക്കുമ്പോൾ 1/125 പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ദ ഹോൾ റേസ് ടു 1/3 എന്ന് പറയുമ്പോൾ എന്താ അത് ക്യൂബ് റൂട്ട് ഓഫ് 125 അല്ലേ. ക്യൂബ് റൂട്ട് ഓഫ് 125 ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണെന്ന് നമുക്കറിയാം അല്ലേ. 125ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 5 ആണ്. ബിക്കോസ് 5 ഇൻറ്റു 5 ആണ് 125. 125ൻ്റെ ക്യൂബ് എന്താ? 5 ആണ് അല്ലേ. ക്യൂബ് റൂട്ട് 5 ആണ്. സോ ഇത് 5 എന്ന് കിട്ടും. അപ്പോൾ 5 ഇൻറ്റു ഇതെങ്ങനെ എഴുതാം? ഇത് 1 പ്ലസ് 125 ദ ഹോൾ റേസ് ടു 1/3 ആയിട്ട് എഴുതാമല്ലോ. ശരിയല്ലേ. 1 പ്ലസ് 125 ദ ഹോൾ റേസ് ടു 1/3 ആയിട്ട് എഴുതാം അല്ലേ. ഇനി എന്താ ചെയ്യുക? നോക്കിയപ്പോൾ കറക്റ്റ് ആയില്ലേ. 1 ഡിവൈഡ് ബൈ 125 എന്ന് പറയുമ്പോൾ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആണ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക? ഈ പവറിനെ താഴെ ഇറക്കി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 5 ഇൻറ്റു 1 പ്ലസ് പവറിനെ താഴെ ഇറക്കി 125 1/125 ആണ് എക്സിൻ്റെ വാല്യൂ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 125 എത്രയാണ്? 125 ഇൻറ്റു 125 ഇസ് 250. 250 പിന്നെ ഒരു 125 വരുമ്പോൾ 375 അല്ലേ. അപ്പോൾ 1 ഡിവൈഡ് ബൈ 375 എന്ന് വരും ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 375 എത്രയാണ്? ദാറ്റ് ഈസ് 5 ഇൻറ്റു എത്ര കിട്ടുന്ന സോൾവ് ചെയ്ത്? ഇപ്പോൾ 5 ഇൻറ്റു 1 പ്ലസ് 375 ഇസ് കോമൺ എടുക്കുമ്പോൾ 375 തന്നെയല്ലേ. അപ്പോൾ 376 ഡിവൈഡ് ബൈ 375 എന്ന് വരും അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 375 ഡിവൈഡ് ബൈ 376. 376 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 0. ഇതൊരു 1.01 ആയിട്ടാണ്. 176നെ 175 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 1.01 ആണ് കിട്ടുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 5 ഇൻറ്റു 101 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? അപ്രോക്സിമേറ്റ്ലി 5.05 എന്ന് കിട്ടും. 5.05 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 125 ദ ഹോൾ റേസ് ടു 1/3 അപ്രോക്സിമേറ്റ് വാല്യൂ എന്ത് കിട്ടി? 505 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. 126 ആണെങ്കിൽ 5 എന്ന് കിട്ടും. 126 ദ ഹോൾ റേസ് ടു 1/3 ആണെങ്കിൽ 505 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഓക്കെ, ഇത് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പഠിക്കും. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, acceleration due to gravity at a height h from the surface is given by g dash is equal to g square divided by r plus s the whole raised to 2, where r is the radius. Find the approximate formula of g from small height h, where h is very very less than r. അപ്പോൾ എന്താ തന്നേക്കുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് g dash is equal to gr square divided by r plus h the whole raised to 2. നമുക്ക് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ആണ് വേണ്ടത്. h is very very less than r എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ 1ഉം എക്സിനും അതേ ഫോർമാറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? 1 പ്ലസ് എക്സിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റണം അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മുകളിൽ താഴെ ഒരു r കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മുകളിൽ താഴെ ഒരു r കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? g dash is equal to മുകളിൽ താഴെ ഒരു r കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ r സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ r സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ആയി പോവും. പിന്നെ ഈ r സ്ക്വയർ അകത്ത് കയറി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് g ഡിവൈഡഡ് ബൈ 1 പ്ലസ് h ഡിവൈഡ് ബൈ r ദ ഹോൾ റേസ് ടു 2 എന്ന് കിട്ടത്തില്ലേ. ഈ r സ്ക്വയർ താഴെ ഇറക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതന്നെയല്ലേ കിട്ടുന്നത്
അല്ലേ? അപ്പോൾ നമുക്ക് ആർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സംശയമില്ലല്ലോ, ഈ ആർ സ്ക്വയർ കൊണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റിനകത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1+h/r ദ ഹോൾ സ്ക്വയർ എന്നല്ലേ കിട്ടുന്നത്. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു g ഇൻറ്റു ഇതിനെ നമുക്ക് 1+h/r ദ ഹോൾ റേസ്റ്റ് ആയിട്ട് എഴുതാമല്ലോ, (2) ആയിട്ട് എഴുതാമല്ലോ അല്ലേ? 1+h/r ദ ഹോൾ റേസ്റ്റ് 2നെ നമുക്ക് ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ പവർ അങ്ങ് നെഗറ്റീവ് ആവും അല്ലേ? അപ്പോൾ g ഇൻറ്റു 1+h/r ദ ഹോൾ റേസ്റ്റ് -2 എന്ന് വരും. ഇനി നമുക്കറിയാം h ഇസ് വെരി വെരി ലെസ് ദാൻ r. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ, ഈ h/rൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കില്ലേ? ഇത് വെരി വെരി ലെസ് ദാൻ 1 ആയിരിക്കുമല്ലോ. സംശയമുണ്ടോ? h/rൽ h ഇസ് വെരി വെരി ലെസ് ദാൻ r ആണ്. അപ്പോൾ h വെരി വെരി ലെസ് ദാൻ r ആണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കില്ലേ? ലെസ് ദാൻ 1 ആയിരിക്കും. കാരണം ഈ എച്ചിൻ്റെ വാല്യൂ തീരെ ചെറുതാണ്, താഴെ കിടക്കുന്ന r ഭയങ്കര വലുതാണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യുക അല്ലേ, ബൈനോമിയൽ അപ്രോക്സിമേഷൻ. അപ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു g ഇൻറ്റു 1+ പവറിന് താഴെ ഇറക്കി എഴുതി x കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് എന്ത് കിട്ടും? ദാറ്റ് ഈസ് g ഇൻറ്റു 1 മൈനസ് അല്ലേ, 1 - 2h/r എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഇസ് ദ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ്റെ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും. ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇത് ഒന്നുകൂടി ഡിറൈവ് ചെയ്യും. നേരെ ഓർത്താൽ മതി, ഇത് അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ആണ് അല്ലേ? അപ്രോക്സിമേറ്റ്ലി ആണ് കേട്ടോ, ഇത് അപ്രോക്സിമേറ്റ്ലിയാണ്. ആക്യുറേറ്റ് ഇക്വേഷൻ അല്ല, അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ h വെരി വെരി ലെസ് ദാൻ r ആണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? g' ഇസ് ഈക്വൽ ടു g ഇൻറ്റു 1 - 2h/r. അതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആക്യുറേറ്റ് ഇക്വേഷൻ എന്താ? ഇതാണ് നമ്മുടെ ആക്യുറേറ്റ് ഇക്വേഷൻ. കണ്ടോ? ആക്യുറേറ്റ് ഇക്വേഷൻ ആണ്. പക്ഷേ h വെരി വെരി ലെസ് ദാൻ r ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ r സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. മുകളിൽ താഴെ r കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ആർ സ്ക്വയർ, ഇവിടുന്ന് ആർ സ്ക്വയർ പോയി, ഇവിടുന്ന് ആർ സ്ക്വയർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1ഉം ഇപ്പുറത്ത് h/r എന്ന് വരും. ശരിയല്ലേ? പിന്നെ നമ്മളതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് പവർ നെഗറ്റീവായി, എന്നിട്ട് h/r ലെസ് ദാൻ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? h' ഇസ് ഈക്വൽ ടു g ഇൻറ്റു 1 - 2h/r അല്ലേ? സോ ദിസ് ഇസ് ദ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ. ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? h ലെസ് ദാൻ r ആകുമ്പോഴാണ്. വെരി വെരി ലെസ് ദാൻ r, ലെസ് ദാൻ r അല്ല, വെരി വെരി ലെസ് ദാൻ r. ഓക്കെ, അതിന് വാല്യൂ ഒക്കെ ഉണ്ട്. h ഷുഡ് ബി ലെസ് ദാൻ 320 കിലോമീറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ആറിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയോ? r എന്താ? r റേഡിയസ് ഓഫ് ദി എർത്ത് കേട്ടോ. r ഈസ് റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ ഹൈറ്റ് മാറുന്നതനുസരിച്ച് നമ്മൾ റേഡിയസ്, നമ്മൾ ആ സർഫേസ് ഓഫ് ദി സെൻറ്റർ ഓഫ് ദി എർത്തിൽ നിന്ന് നമ്മൾ ഹൈറ്റ് മാറുന്നതനുസരിച്ച് ഗ്രാവിറ്റീൻ്റെ വാല്യൂ മാറും. അത് നമ്മൾ റേഡിയസ് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ, ഒരു ആറിൻ്റെ വാല്യൂ 64,000 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കമ്പയർ ചെയ്യുന്ന ഹൈറ്റ് ഒരു ലെസ് ദാൻ 320 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കില്ലേ? നോക്കിയേ, ആറിൻ്റെ വാല്യൂ എത്രയാ? 6400 ആണ്. എച്ചിൻ്റെ വാല്യൂ 320-നേക്കാളും കുറവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എന്തായിരിക്കും? നെഗ്ലിജിബിൾ ആയിരിക്കും. സോ ആ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അത് നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ബൈനോമിയൽ അപ്രോക്സിമേഷൻ വെച്ചിട്ടാണ്. ഓക്കെ, സോ മനസ്സിലായല്ലോ. സോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇതായിരുന്നു എന്ത്? ബൈനോമിയൽ അപ്രോക്സിമേഷൻ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം.